നമസ്കാരം സംഭവിച്ചവരായ എന്റെ സഹോദരങ്ങളെ, വളരെ വേദനിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ കൊല്ലം പറവൂരിൽ ഉണ്ടായിരിക്കുന്നത്. ഈ വെടിമരുന്ന് സ്ഫോടനം, ക്ഷേത്രത്തിലുണ്ടായ ഈ സ്ഫോടനം ഇത് സാധാരണയായി തള്ളിക്കളയാൻ സാധിക്കുന്നില്ല. കാരണം ഇതിനു മുമ്പും ഒരുപാട് ക്ഷേത്രങ്ങളിൽ വെടിമരുന്ന് സ്ഫോടനം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഉഗ്രശേഷിയുള്ള ഒരു സ്ഫോടനം ഒരിടത്തും റിപ്പോർട്ട് ചെയ്തതായിട്ടും നമുക്ക് അറിവില്ല. ഈ സ്ഫോടനത്തിന്റെ പിന്നിൽ ഹിന്ദുവിരുദ്ധ വിദേശ ശക്തികളുണ്ടോ എന്ന് നമ്മൾക്ക് വളരെയധികം ചിന്തിക്കേണ്ടിയും അന്വേഷിക്കേണ്ടിയും ഇരിക്കുന്നു. 12 കിലോമീറ്റർ ദൂരത്തേക്ക് തന്നെ ഇതിന്റെ പ്രകമ്പനം ഉണ്ടാവുകയും അതുപോലെ തന്നെ ക്ഷേത്രത്തിന്റെ ചുറ്റുപാടുമുള്ള വീടുകൾ പൂർണ്ണമായിട്ട് തകരുകയും അതുപോലെ 1.5 കിലോമീറ്റർ ദൂരെ നിന്ന് യുവാക്കളിലേക്ക് കോൺക്രീറ്റ് പാളികൾ തെറിച്ച് വീണ് അവർ മരിക്കുകയും അതുപോലെ തന്നെ കിണറുകൾ ഇടിഞ്ഞു താഴേക്ക് വീഴുകയും ചെയ്തത് ഒരു സാധാരണ ഒരു വെടിമരുന്ന് സ്ഫോടനത്തിൽ നിന്നും ഒരിക്കലും ഇങ്ങനെ ഒരു ദുരന്തമുണ്ടാവില്ല. ഇപ്പൊ തന്നെ 105ഓളം ആൾക്കാർ മരണപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും ഉഗ്രശേഷിയുള്ള സ്ഫോടനം ഉണ്ടാവണമെങ്കിൽ അതിൽ അത്രയ്ക്കും വേണ്ടപ്പെട്ട ഒരു RDX പോലുള്ള എന്തോ ഒരു വലിയ ബോംബ് അല്ലെങ്കിൽ മറ്റ് അതേപോലെ തരത്തിലുള്ള സാധനം ഇതിനകത്ത് വെച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഉണ്ടായിരുന്നിട്ടുണ്ടാവണം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിനെക്കുറിച്ച് ദയവായി കേന്ദ്ര ഏജൻസിയാണ് ഇത് അന്വേഷിക്കേണ്ടത്. കേരളത്തിലെ പോലീസുകാര് മിടുക്കന്മാരല്ല അതിന്റെ ഉദ്ദേശം. ഇത് കേന്ദ്ര ഏജൻസി തന്നെ ഇത് അന്വേഷിക്കണം. അതിനതിന്റേതായ ചില കാരണങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ഈ സന്ദർഭത്തില് എല്ലാവരും മെഡിക്കൽ കോളേജിലേക്ക് പോവുക, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. എന്റെ എല്ലാ സഹോദരങ്ങളും, അതായത് നമ്മുടെ ശിവസേന, RSS, BJP, വിശ്വ ഹിന്ദു പരിഷത്ത്, സംഘപരിവാർ എന്ന് വേണ്ട എല്ലാ നമ്മുടെ ഹിന്ദു സംഘടനകളിലെ സഹോദരന്മാർ ഒന്നടങ്കം നിന്ന് അവർ പ്രവർത്തിക്കുകയാണ്. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ടിവിയിലെ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കാതെ ദയവായി ഒരു ഹിന്ദു സഹോദരൻ ഒരു വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഒന്ന് മെഡിക്കൽ കോളേജ് വരെ തിരുവനന്തപുരം നിവാസികൾ അവിടെ പോവുക. അവിടെ ബ്ലഡ് ഒരുപാട് പേർക്ക് ആവശ്യമുണ്ട്. നിങ്ങൾ ദയവായി ബ്ലഡ് കൊടുക്കുക. 40 വയസ്സിന് താഴെയുള്ളവർ ബ്ലഡ് കൊടുക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവും നമ്മളുടെ ശരീരത്തിനുണ്ടാവില്ല. ആരോഗ്യം മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ദയവ് ചെയ്ത് ആരോഗ്യ പ്രശ്നം ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കണം. നിങ്ങൾ ബ്ലഡ് കൊടുക്കുക. എന്തെങ്കിലും ഒരു സഹായം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുമോ വേണമോ എന്ന് അങ്ങോട്ട് ആവശ്യപ്പെടുക. എല്ലാവരും ഒറ്റക്കെട്ടോടുകൂടി നിന്ന് അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യണം. അതിൽ മരണപ്പെട്ട സഹോദരന്മാർക്ക് അവരുടെ ആത്മാവിന് ശാന്തി കിട്ടാൻ മഹാദേവനോട് പ്രാർത്ഥിക്കുക. ഒരു നിമിഷം ആ പ്രാർത്ഥനയ്ക്കൊപ്പം തന്നെ ബാക്കിയുള്ളവർ രോഗത്തിൽ നിന്നും ഏറ്റവും പെട്ടെന്ന് എത്രയും വേഗം സൗഖ്യം പ്രാപിക്കാൻ വേണ്ടിയിട്ടും മഹാദേവനോട് അപേക്ഷിക്കുക. ഇതിനെതിരായിട്ട് ഇപ്പോൾ നടക്കുന്ന ഹിന്ദുക്കളെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഒരു വൻ ശക്തി ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് നമ്മൾക്ക് കൂടുതൽ തെളിവായിക്കൊണ്ടിരിക്കുന്ന പല രേഖകളും കേന്ദ്രത്തിലും നമ്മൾക്കുമൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത്തരം ദുരന്തം വിതച്ച ഏത് കറുത്ത ശക്തി തന്നെയാണെങ്കിലും അവര് ആരുടെ കണ്ണ് വെട്ടിച്ചാലും ജഗദീശ്വരന്റെ കണ്ണ് വെട്ടിക്കില്ല. ഇത് ഒരിക്കലും ഇത് പൊറുക്കാനാവാത്ത ഒരു ദുരന്തമായി മാറിയിരിക്കുകയാണ്. നമ്മുടെ അപകടത്തിൽപ്പെട്ട ആൾക്കാർക്ക് അവർക്ക് എത്രയും പെട്ടെന്ന് രോഗസൗഖ്യം കിട്ടാൻ വേണ്ടി ഒന്നുകൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുക. എല്ലാവരെയും സഹായിക്കാൻ വേണ്ടിയിട്ട് മുൻകൈ എടുക്കുക എന്ന് പറയുകയാണ് ഞാനിപ്പോൾ. നമഃശിവായ.